ഒരു ജന്മം കൊടുക്കാൻ പോവുക. ഒരു പുതിയ സൃഷ്ടി വരികയാണ്. ആ പുതിയ സൃഷ്ടിയാണ് ഒന്ന്, ദൈവത്തിൻ്റെ മക്കൾ വെളിപ്പെടും. രണ്ട്, വെളിപ്പാട് പുസ്തകം 21-22 വരുമ്പോൾ അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ അതിനുവേണ്ടി എന്താ? അത് പ്രസവിക്കാൻ വേണ്ടി പുതിയൊരു പ്രപഞ്ചം, ന്യൂ യൂണിവേഴ്സ്, ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ ഓർഡർ വരാൻ പോവുക. ഇതെല്ലാം പോവുക. ഇന്ന് ഡീകമ്പോസ് ചെയ്യുന്ന, ഡീകേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ ഗോഡ് ഈസ് ഗോയിങ് ടു റെഡീം us first and then he is going to redeem the whole universe. We are a part of this cosmic frustration and groaning. ഒരു കാര്യം ഓർക്കണം, നമ്മൾ മാത്രമല്ല ഉള്ളിൽ ഞരങ്ങുന്നത്, ഞെരുങ്ങുന്നത്, നെടുവീർപ്പെടുന്നത്. ഭൂമി ഞരങ്ങുന്നുണ്ട്. എവിടെ ഒരു ഭാഗത്തുണ്ട് ഭൂമി കിടുകിട വിറയ്ക്കുന്നു, കൊടുകുട പൊട്ടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. ആകെ ഭൂമി പോലും കരച്ചില്ല, എന്നും കരച്ചില്ല, ബഹളമാണ്. ചില സമയത്ത് ഭയങ്കര വിഷമം വരും. നെഞ്ചു പൊട്ടുമ്പോഴാണ് ഒരു വോൾക്കാനോ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ലാവയൊക്കെ കൂടി പുറത്തോട്ട് വരും. ഭൂമിയുടെ കണ്ണുനീരാകാം, ചുടുകണ്ണീർ. അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഭൂമി. എന്നാൽ ദൈവം ഭൂമിയെ വീണ്ടെടുക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇവിടെ എത്ര നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടായാലും, ഇവിടെ എത്ര നല്ല വാഹനങ്ങളുണ്ടായാലും, എവിടെയൊക്കെയോ ഒരു അസംതൃപ്തി കിടപ്പില്ലേ? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കും തോന്നാറുണ്ടോ? എത്ര വലിയ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്തോട്ടിറങ്ങിയാൽ നമ്മൾ വേർക്കും. രാവിലെ ടോയ്ലറ്റിൽ പോകണം, ചിലപ്പോൾ ഇടയ്ക്ക് പിന്നെയും പോകാൻ തോന്നും. അങ്ങനത്തെ ഒരു ബോഡിയിലാണ്. എത്ര നല്ല ശരീരമാണെങ്കിലും അകത്ത് വേർക്കും. ഭക്ഷണം കഴിച്ച ടോയ്ലറ്റിൽ പോകണം. എന്തൊരു മനുഷ്യർ! എവിടെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ? വി ബാഡ്ലി വാണ്ട് ടു ബി സംവെയർ എൽസ് ഇൻ എ ന്യൂ വേൾഡ്. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഈ സാഹചര്യത്തിൽ നിന്ന് മാറി ഒരിക്കലും അന്തമില്ലാത്ത, നശിക്കാത്ത, അനശ്വരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ ഉത്തരമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ദാറ്റ് ഈസ് കമ്മിങ്. വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഞരക്കത്തോടെ, ഞെരുക്കത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും കുറച്ച് കഷ്ടത്തിലൂടെയും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയും പോകേണ്ടതുണ്ട്. അവർ അഡോപ്ഷൻ ആസ് സൺസ് വിൽ സൂൺ ബി റിവീൽഡ്. പുത്രത്വം എന്ന ആ അവസ്ഥ, ദത്തെടുപ്പ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം റീഇൻകാർണേഷൻ. ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, എന്താ പറയുന്നത്, പുനർജന്മം. പുനർജന്മത്തെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പുനരഭി ജനനം, പുനരഭി മരണം. നിങ്ങൾ കേട്ട് കാണും. വീണ്ടും വീണ്ടും ജനനങ്ങളും വീണ്ടും വീണ്ടും മരണങ്ങളുമായി ചാക്രികമായ ഒരു സൈക്കിളായി പോകുന്ന ഒരു തത്വസംഹിത പലരും വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് റീഇൻകാർണേഷൻ, ദിസ് ഈസ് നോട്ട് എനിത്തിങ് എൽസ്, ദിസ് ഈസ് റിഡെംഷൻ. ഈ റീഇൻകാർണേഷനിൽ സംഭവിക്കുന്നത്, ഇന്ന് മനുഷ്യനായിരിക്കുന്ന നിങ്ങൾ അടുത്ത ജന്മത്തിൽ കഴുതയായിട്ടായിരിക്കാം ജനിക്കാൻ പോകുന്നത്. വാലൊക്കെ കാണും. ഹലോ, കഴുത മരിച്ച് അടുത്ത ജന്മത്തിൽ ഒരു പക്ഷേ ഒരു പൂച്ചയായിട്ടായിരിക്കാം നിങ്ങൾ ജനിക്കുന്നത്. എന്നിട്ട് പൂച്ച, ഏതൊരു മണികണ്ഠൻ എന്ന് പറയുന്നൊരു ആളുടെ വീട്ടിൽ ജീവിച്ച് ഒരു 5 വർഷം ജീവിച്ച പൂച്ചയെ കുഴിച്ചിടുന്നു. അതിനുണ്ട് വാല്. പൂച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു എലിയായിട്ടായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത്. കേശവൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിങ്ങൾ ജീവിച്ച് കുറേ കഴിയുമ്പോൾ മരിച്ചു പോകും. ഇതാണ് റീഇൻകാർണേഷൻ. Paul is not talking about reincarnation. He is talking about redemption and resurrection. പുനരുത്ഥാനം. നിങ്ങൾ തന്നെ, നിങ്ങളുടെ വ്യക്തിത്വത്തോടുകൂടെ നിങ്ങൾ തന്നെ വീണ്ടും തിരിച്ചു വരുന്നു. എങ്ങനെ? പുതിയൊരു ശരീരത്തിൽ. പൂച്ചയായിട്ടല്ല, പട്ടിയായിട്ടല്ല, ആനയായിട്ടല്ല, സിംഹമായിട്ടല്ല, പാമ്പായിട്ടല്ല, കുതിരയായിട്ടല്ല, വവ്വാലായിട്ടല്ല, ഉറുമ്പായിട്ടല്ല. നിങ്ങൾ മനുഷ്യനായി, ദൈവത്തിൻ്റെ മകനായി, മകളായി പുറത്തേക്ക് വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എത്ര അധമമായ രീതിയിലുള്ള പല വിശ്വാസ സംഹിതകളുമുണ്ട്. അതിനെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ.
In resurrection, this is not reincarnation, this is the resurrection. In resurrection, you are going to come back as yourself, but in a new and glorious body. ഇതാണ് പൗലോസ് പറയുന്നത്. പുതിയൊരു ശരീരത്തോടുകൂടെ, തേജസ്സോടുകൂടെ നിങ്ങൾ പുറത്തേക്ക് വരുന്നു. ഹല്ലേലൂയ. 1-2 കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. 26 പ്രധാനമായും പറയാൻ പോകുന്നത് ഇന്റർസെഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. പെട്ടെന്ന് തന്നെ ആള് സ്വിച്ച് ഓവർ ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോകുക. ഇൻ ദ സെയിം വേ ദ സ്പിരിറ്റ് ഹെൽപ്സ് us in our weakness. We do not know what we ought to pray for, but the Spirit himself intercedes for us through wordless groans. And he who searches our hearts knows the mind of the Spirit, because the Spirit intercedes for God's people in accordance with the will of God. Like അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൊരു മാറ്റം വരും. സന്തോഷമില്ല. ഇതൊക്കെ അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൻ്റെ പ്രെയർ ലൈഫ് വിൽ ബി ഡിഫറെൻറ്റ്. അത് തരണേ, ഇത് തരണേ, ഇതും തരണേ, അതും തരണേ, അവൻ അനുഗ്രഹിക്കണേ, ഇവളെ അനുഗ്രഹിക്കണേ, മറ്റേവളെയും കൂടി അനുഗ്രഹിച്ചേക്കണേ, പാസ്റ്ററേയും കൂടി അനുഗ്രഹിച്ചേക്കണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ പ്രാർത്ഥനയല്ല ഇവിടെ പറയുന്ന. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുക. എവിടെയാണ് ബലഹീനതയുള്ളത്? പ്രാർത്ഥനയുടെ മേഖലയിൽ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. വൈ? ബിക്കോസ് ഓഫ് ദ ഫ്രസ്ട്രേഷൻ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ നോക്കി, ശരിയായി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യർ പിതാവിൻ്റെ ഇഷ്ടം ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ പരിശുദ്ധാത്മ വന്നിട്ട് ഔട്ട് ഓഫ് ദിസ് ഫ്രസ്ട്രേഷൻ സംടൈംസ് വിൽ ഗ്രോൺ. വാക്കുകൾ പുറത്തേക്ക് വരില്ല. ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വാക്കുകൾ വരുന്നില്ല, പക്ഷെ അകത്ത് ജീസസ് ലോർഡ്, ഒരു ഞരക്കം അകത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ദ ബെസ്റ്റ് പ്രെയർ ഇൻ ദ യൂണിവേഴ്സ്. വാക്കില്ല, ഭാഷണമില്ല, ആഴത്തോട് ആഴിയോട് ദ ഡെപ്ത് ഈസ് കോളിംഗ് ഔട്ട് ടു ദ ഡെപ്ത്. ഫ്രം ദ ഡെപ്ത് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് മാൻ വി ആർ കോളിംഗ് ഔട്ട് ടു ദ ഡെപ്ത് ഓഫ് ദ സ്പിരിറ്റ്, ഡെപ്ത് ഓഫ് God. That kind of a conversation and dialoguing. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മാറ്റപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും അത് സംഭവിക്കട്ടെ. ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്: there are only 2 intercessors in this universe. ഈ പ്രപഞ്ചത്തിൽ ആകെ 2 മധ്യസ്ഥ പ്രാർത്ഥനക്കാരേ ഉള്ളൂ. Number 1 Jesus, number 2 the Holy Spirit. Human beings are not qualified adequately to be intercessors. ഞാൻ അതിനോട് യോജിച്ചു പോകുന്നു. പറയുന്ന ഇതാണ്, യേശു കർത്താവും പരിശുദ്ധാത്മാവും ആകെ 2 പേരെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളൂ. മനുഷ്യർക്കാർക്കും യഥാർത്ഥത്തിലൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ യോഗ്യതയില്ല. കാരണം നമുക്കാർക്കും പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൂടാ. അഥവാ ഇവിടെ ഉണ്ടല്ലോ 120 ഇൻ്റർസെസേഴ്സും മറ്റേതും മറിച്ചൊക്കെ. അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദേ ആർ നോട്ട് ഇൻ്റർസെസേഴ്സ് റിയലി. എന്നെ നിങ്ങളാരും കല്ലെറിയരുത്. എന്നെ പാസ്റ്റർ എന്തിനാണ് ഞങ്ങളെ 120 എടുത്തത് എന്ന് ചോദിക്കരുത്. സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചോ, ഗ്രൂപ്പ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. പക്ഷേ ഉള്ളത് തുറന്നു പറഞ്ഞാൽ ആകെ 2 മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. ഒരാൾ യേശുവിൻ്റെ വലതുഭാഗത്തിരിപ്പുണ്ട്, രണ്ടാമത്തെ ആൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാണ്. ആരേൽപ്പിക്കും? അവരുടെ അകത്ത് വന്ന് പിതാവേ 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 അകത്ത് നിന്ന് വിളിച്ച് 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 ചിലപ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മളല്ല, പരിശുദ്ധാത്മാ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. He is interceding. The Holy Spirit is interceding through us. We are the vessels.
ലാസ്റ്റ് വൺ തീർക്കാൻ പോവുക. ഫിയർലെസ്നെസ്. പറഞ്ഞേ, ഭയമില്ലായ്മ. അവസാന ഭാഗം കൂടെ വായിക്കാം എല്ലാവരും. And we know that in all things God works for the good of those who love him, who have been called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ കസേരന്ന് എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നു. എന്താ അവിടെ എഴുതിയത്, വായിച്ചത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരിവിടെ ഹാജരുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ഇവിടെ ഹാജരുണ്ടോ? സകലവും, ഹലോ, നല്ലതും ചീത്തയും, ഓ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആരറിയുന്നു? അറിയുന്നവർ നോർമലാകും, വിടുതൽ പ്രാപിക്കും. അറിയാത്തവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. നന്മയാകട്ടെ ചീത്തയാകട്ടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ദൈവം അങ്ങ് മാറ്റി തീർക്കുവാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടി വരുന്നതാണ്, പക്ഷെ നന്മക്കാക്കി ദൈവം അങ്ങ് കൂടി വ്യാപരിപ്പിച്ച് മാറ്റുകയാണ്. അതിനുവേണ്ടി ചിലപ്പോൾ 6 മാസം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ 4-5 വർഷം വെയിറ്റ് ചെയ്താലേ അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാവൂ. അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതിനു മുമ്പ് കയറെടുത്താൽ എന്ത് ചെയ്യും? ഹലോ, 29. For God foreknew. For those God foreknew, he also predestined to be conformed to the image of his son, that he might be the firstborn among many brothers and sisters. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം ചിലർ എന്ത് ചെയ്തു? മുന്നറിഞ്ഞു. വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെ പേരാണ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു നോക്ക്. പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മുന്നമേയുള്ള നിയമനം. ഇത് തിയോളജിയൻസിൻ്റെ ഇടയിലും പലരുടെ ഇടയിലും അതിഭയങ്കരമായൊരു പ്രശ്നമാണ്. കാൽവിനിസം പോലുള്ള പലതിലേക്കും ചെല്ലുമ്പോൾ അവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നേരത്തെ തന്നെ ലോകസ്ഥാപനത്തിന് കുറേ പേര് റെഡിയാക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ മാത്രം രക്ഷിക്കപ്പെടും, ബാക്കിയുള്ളവർ എന്നാ കാണിച്ചു കൂട്ടിയാലും അവർ തോത്തി പോകാൻ പോകുന്നില്ല. അതോടെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഗോഡ് ഈസ് എ പാർഷ്യൽ ബീയിങ്. ഹി ഹാസ് പാർഷ്യാലിറ്റി. എന്നെ എന്തുകൊണ്ട് ദൈവം തളഞ്ഞു? അവനെ രക്ഷിച്ചു, ഇവളെയും രക്ഷിച്ചു, പക്ഷേ എനിക്ക് ആ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കായില്ലേ? അതല്ല ഇതിൻ്റെ അർത്ഥം. അവൻ മുന്നറിഞ്ഞവരെ. The foreknowledge of God comes before predestination. ദൈവം നേരത്തെ അറിഞ്ഞു. എന്തറിഞ്ഞു? സുവിശേഷം കേൾക്കുമ്പോൾ ഇന്ന ആളും ഒക്കെ അവരുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമെന്നുള്ളത് ദൈവം നേരത്തെ അറിഞ്ഞു. അതുകൊണ്ട് അവരെ നിയമിച്ചെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ ദൈവം ഇന്നവന് മാത്രം സ്വർഗം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിട്ടില്ല. The doors are open. അത്രയുള്ള സംഭവം. പിന്നെ ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റിയ രീതിയിലുള്ള തലച്ചോറൊന്നും നമുക്കില്ല. അതുകൊണ്ട് അത് അവിടെ അങ്ങനെ വിട്ടങ്ങോട്ട് സ്വോത്രം ചെയ്യുവാണ് നല്ലത്. കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയൊരു ഭക്തനായ ഒരു മനുഷ്യനൊരിക്കൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച്, തൃത്വത്തെക്കുറിച്ചും ഈ മുന്നറിവിനെക്കുറിച്ചും പിന്നെ മുൻ നിയമനത്തിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചൊരു ഭ്രാന്ത് പിടിച്ചതുപോലെ മുടിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കടൽ തീരത്തോടുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു ശബ്ദം. ഒരു കുഞ്ഞ് കടൽ തീരത്ത് കക്ക ഉണ്ടല്ലോ, ഇത്തൽ എന്നൊക്കെ പറയുന്നത്, ഷെല്ല്, അതെടുത്തിട്ട് കടൽ വെള്ളം ഇങ്ങനെ കോരി പുറത്തു കൊണ്ടുവന്ന് ഒഴിക്കുക. ഒരു കുഞ്ഞ് കളിക്കുക. ഉള്ളിൽ ശബ്ദം കേട്ടു, നീ ഒന്ന് നോക്ക് എന്താ ചെയ്യുന്നത്. പറഞ്ഞു, കടൽ വെള്ളം വറ്റിക്കുക. എന്തുകൊണ്ട്? ഇത്തൽ കൊണ്ട്, ഒരു കക്കയുടെ തൊണ്ടുകൊണ്ട് വറ്റിക്കുക. എത്രത്തോളം ഇത് നടക്കും മോനെ? അകത്തെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 10,000 കോടി വർഷം ജീവിച്ചാലും കടൽ വെള്ളം ഇതുകൊണ്ട് കോരി പറ്റിക്കാൻ പോകുന്നില്ല. ആ മനുഷ്യനോട്, ഭക്തനായ മനുഷ്യനോട് ദൈവം പറഞ്ഞു, മോനെ, ദൈവത്തിൻ്റെ ജ്ഞാനം കക്കയുടെ തൊണ്ടുകൊണ്ട് നീ കോരിയെടുക്കാൻ ശ്രമിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലത് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. അതാണ് നല്ലത്. മനസ്സിലായ അത്രയും വെച്ച് ആരാധന തുടങ്ങുന്നതാണ് നല്ലത്. 21:30
And those he predestined, he also called. Those who he called, he also justified. Those he justified, he also glorified. പെട്ടെന്ന് നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും. വലിയൊരു പട്ടികയാണ് ദ ജേർണി ഓഫ് സാൽവേഷൻ. ഇത് മൊത്തം ഡിസ്പ്ലേ ചെയ്ത് ഞാൻ അന്ന് പഠിപ്പിച്ചതാണ്. ആ നോട്ട്സ് എടുത്ത് നോക്കിയാൽ മതി. അതിലത്തെ 3 മാത്രം എടുത്താണ്. ഒരു വലിയ പ്രോസസ്സാണ്. അതായത് മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു, അങ്ങനെ വലിയ സ്റ്റെപ്പുകളാണ്. അതിലെ 3 മാത്രം എടുത്താണ്. അതായത് ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, എന്താണ് ഗ്ലോറിഫിക്കേഷൻ. ആ 3 എടുത്താണ് നമ്മൾ അത് എലാബറേറ്റ് ചെയ്ത് അന്ന്. ഹല്ലേലൂയ. 31. What then shall we say in response to these things? If God is for us, who can be against us? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇത്രയൊക്കെ വെളിപ്പാട് കിട്ടിയപ്പോഴേക്കും പൗലോസ് അപ്പോസ്തലൻ പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റു. എവിടെ എഴുന്നേറ്റെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ജയിലിലാണോ, കാട്ടിലാണോ, മേട്ടിലാണോ, ചങ്ങലയുണ്ടോ, ആരാണ് എഴുതുന്നത് എനിക്ക് അറിഞ്ഞോളൂ. ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുക, എടാ ഇത് സംബന്ധിച്ച് ഇനിയിപ്പം ഞാൻ എന്താ പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. എടാ, പ്രപഞ്ചത്തിന്റെ ഓണർ നമ്മുടെ കൂടിയാ. പിന്നെയാണോ രാഷ്ട്രീയക്കാർ, പിന്നെയാണോ ആ കൂടോത്രം ചെയ്യുന്നവൻ, പിന്നെയാണോ ആ മീശ പിരിച്ച് കാണിക്കുന്നവൻ? നീ ആരെയാ പേടിക്കുന്നത്? ദൈവം നിന്റെ കൂടെയാണ്, ദൈവം നിന്റെ പക്ഷത്താണ്. പിന്നെ ആരെ പേടിക്കും? ആരാ പ്രതികൂലം? ഞാൻ പൗലോസിനെ കാണും ഇങ്ങനെ ചാടി എഴുന്നേറ്റ്. പുള്ളിക്ക് ഭയങ്കര ഹൈറ്റ്, എന്നാലും ഹൈറ്റ് കുറവായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആശ്വാസത്തിന് വേണ്ടി. ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുവാണ്, എന്താ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ സീസറോ, ഈ കൈസറോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഗവർണറോ, ഈ നിൽക്കുന്ന പടയാളികളോ, എന്നെ കൊല്ലുവാൻ വരുന്ന വ്യക്തികളോ, അലക്സാണ്ടറോ, ചെമ്പുപണിക്കാരനോ, മന്ത്രവാദികളോ, ആരാണ് എനിക്കെതിരെ? He who did not spare his own son, but gave him up for us all, how will he not also along with him graciously give us all things? എല്ലാവരും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എടാ, അവകാശം വരെ മാറ്റിയിട്ടിരിക്കുകയാണ്. അളവ് നൂൽ മനോഹര ദേശത്ത് വീണെടുക്കുക. എല്ലാവർക്കും വേണ്ടി. ഇപ്പൊ ഞാൻ പറയാം, ഒരു അപ്പന് 100 ഏക്കറുണ്ട്, 10 മക്കളുണ്ട്. എത്ര ഏക്കർ വെച്ച് കിട്ടും? 10 വെച്ച് കിട്ടും. ഒരപ്പന് പ്രപഞ്ചം മുഴുവൻ സ്വന്തം. മക്കൾക്ക് എത്ര വെച്ച് കിട്ടും? എടാ, നിന്റെ മൊബൈലിലെ കാൽക്കുലേറ്റർ കൊണ്ടോ, അരിത്തമാറ്റിക് കൊണ്ടോ, ഗണിതമാറ്റിക് കൊണ്ടോ ഒന്നും ഇതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അത്രയും വലിയൊരു അവകാശം വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് മാറ്റി വെച്ചേക്കുക. ഇത് മനസ്സിലായാലല്ലേ. ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനം മര്യാദക്ക് പഠിക്കുവാണെങ്കിൽ പിന്മാറ്റത്തിൽ പോകാൻ പറ്റില്ല. പിന്മാറ്റത്തിൽ പോവുക എന്നുള്ളത് അസാധ്യമായി മാറുകയാണ്. ഇതൊക്കെ ചങ്കിനകത്ത് കയറിയാൽ പിന്നെ പിന്മാറ്റത്തിൽ പോകാൻ പറ്റും. ഇത്രയും വലിയൊരു സാധനം എനിക്ക് വേണ്ടി എടുത്ത് ഞാനത് മണ്ണിന് വേണ്ടി, ഈ മാണിക്യം, ഈ മണ്ണിന് വേണ്ടി മാണിക്യം ഞാൻ കളയോ? മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? 33. Who will bring any charge against those whom God has chosen? It is God who justifies. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? Who then is the one who condemns? No one. Christ Jesus, who died, more than that, who was raised to life, is at the right hand of God and is also interceding for us. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യും. 2 മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട് ഈ പ്രപഞ്ചത്തിൽ. 1 പരിശുദ്ധാത്മാവ്, 2 യേശു കർത്താവ്. നമ്മളൊക്കെ അവൻ്റെ അസിസ്റ്റന്റുമാരാണ്. പരിശുദ്ധാത്മാവിൽ വന്നാൽ എന്തെങ്കിലും നടക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നാൽ എന്തെങ്കിലും ഒരു പ്രേയർ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നത് ആരാ? യേശു ക്രിസ്തു മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
The greatest intercessor. 35. Who shall separate us from the love of Christ? Shall trouble, or hardship, or persecution, or famine, or nakedness, or danger, or sword? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? As it is written, for your sake we face death all day long. We are considered as sheep to be slaughtered. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. No, in all these things we are more than conquerors through him who loved us. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. For I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height or depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. Hallelujah. 17 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു ലിസ്റ്റ്, രണ്ടാമത്തെ ഒരു ലിസ്റ്റ്, മൊത്തം 17 ഉണ്ട്. ഈ 17 കാര്യങ്ങൾ മിക്കവാറും എല്ലാം പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പെട്ടിട്ടില്ല. അതാരാ? നമ്മൾ. Nobody can separate you from the love of Christ, but you can. പുറംതിരിഞ്ഞ് നടന്നാൽ മതി. സാത്താന് പോലും വേർപിരിക്കാൻ സാധ്യമല്ല. ഉയരം, ആഴം, ഇപ്പോൾ ഉള്ള വരുമാനമുള്ള ചെകുത്താനും ആർക്കും പറ്റില്ല. നിനക്ക് പറ്റും. Chapter 8 begins with no condemnation and ends with no separation. 8-ാം അധ്യായം തുടങ്ങുന്ന ഇങ്ങനെ, ഒരു ശിക്ഷാവിധിയുമില്ല. അവസാനിക്കുന്നത് ഇങ്ങനെയാ, ഇനിയൊരു വേർപാടുമില്ല. നിന്നെ ക്രിസ്തുവിൽ നിന്ന് ആർക്കും അടർത്തി. ഞാൻ ചോദിക്കുന്നത്, നിനക്കിത് ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. വേറൊരു ഫ്രണ്ട് വന്ന് ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങളുടെ കുറ്റമെല്ലാം അയാൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളോട് ഇപ്പം മിണ്ടുന്നില്ല, കോൾ എടുക്കുന്നില്ല. സംഭവിക്കാറുണ്ടോ? ഉണ്ട്. People can cause misunderstandings in the hearts of people. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിനക്കെതിരെ കുറ്റം പറഞ്ഞിട്ട് കർത്താവിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കർത്താവ് കോൾ എടുക്കുന്നില്ല, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവിൻ്റെ സ്നേഹം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? എന്താ കാര്യം? Nobody can cause a misunderstanding in the heart of God. അത് പറഞ്ഞാൽ മനുഷ്യർക്ക് വേർപിരിക്കാൻ സാധ്യമല്ല, ദൂതന്മാർക്ക് പറ്റില്ല. ഇപ്പോഴുള്ളതിന് വരുവാനുള്ളതിന് ആപത്ത്, വാള്, പട്ടിണി, എന്താ ഒന്നിനും വേർപിരിക്കാൻ സാധ്യമല്ല. You are eternally redeemed. You are His. മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഒന്ന്, all things work together for good for us. എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 2, all your accusers will be silenced. നിനക്കെതിരെ കുറ്റം ആരോപിക്കുന്ന എല്ലാവരും നിശബ്ദരാക്കപ്പെടും. 3, all the powers will be helpless to separate you from the love of Christ. ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. 3 ഒന്നുകൂടി പറയാം. 1, all things work together for good for us. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 2, all your accusers will be silenced. നിനക്കെതിരെ കുറ്റം പറയുന്ന എല്ലാവരും നിശബ്ദരാകും. 3, all the powers will be helpless to separate you from the love of Christ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും വേർപിരിക്കുവാൻ സാധ്യമല്ല. 8-ാം അധ്യായത്തിൻ്റെ വിശദീകരണം കേട്ടിട്ട് അകത്തെന്തൊക്കെയോ നടന്നു.
കുറച്ച് കട്ടപ്പുകയൊക്കെ മാറിപ്പോയി. എന്തോ വെളിച്ചം വന്നു, ടണലിൽ നിന്ന് വെളിയിൽ വന്നു, അത്ഭുത പ്രകാശത്തിൽ വന്നു. അങ്ങനെയൊക്കെ തോന്നലുള്ളവരൊന്ന് കൈയുയർത്തി കാണിക്കാം. കണ്ണുകളടച്ച് ചില നിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പുനർസമർപ്പണത്തിലേക്ക് വരിക. ഇത്രയൊക്കെ കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ എനിക്കൊരു കാര്യം തോന്നുന്നു, ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതറിയാത്ത എത്രയോ പേർ സ്വന്തം വീട്ടിൽ കാണും, തൊട്ടടുത്ത വീട്ടിൽ കാണും. നിങ്ങളുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ എത്ര പേര് കാണും ഇതൊന്നും അറിയാതെ കിടക്കുന്നവർ? ഇവിടുന്ന് നോട്ട്സ് എഴുതി ഈ വൈറ്റ് ബോർഡിലുള്ളത് ഫോട്ടോയും എടുത്ത് ഈ റെക്കോർഡ് പിന്നെയും പിന്നെയും കേട്ട് നോട്ട്സ് പിന്നെയും പിന്നെ വായിച്ച് പലതൊക്കെ ചെയ്തു കൂട്ടുമായിരിക്കാം. പക്ഷേ മറ്റൊരാൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ, വേറൊരാൾ യേശുവിലേക്ക് നടത്താൻ ആൽഫിയൻസ് എത്ര പേർന്ന് തീരുമാനിക്കും? പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാട് ഒരിക്കലും മറച്ചു വെച്ചില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ 20 നമ്മൾ വായിക്കുന്നു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സകലവും ഞാൻ നിങ്ങൾക്ക് തന്നു. ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ പ്രാപിച്ചതെല്ലാം അവൻ പകർന്നു കൊടുത്തു. കൈകൾ ഉയർത്തി ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ പ്രാപിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇതുവരെ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് എടുക്കാത്തവർ ഇതിനകത്ത് കാണും. തീരുമാനിക്ക്, കർത്താവേ, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് റൈറ്റ് അവേ. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും മക്കളെ. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. തീരുമാനിക്കുക. ഈ ആൽഫിയൻസ് മാത്രം എഴുന്നേറ്റ് ആത്മാക്കളെ നേടാനും പണിയാനും തുടങ്ങിയാൽ നാളെ 5 ലക്ഷം പേർ ഈ സഭയിൽ വരും. അതിനുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും ചെയ്യുന്നത് പുസ്തകമായിട്ട് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു, വരുന്നു, പിന്നെ ആഹരിച്ചുകൊണ്ടിരിക്കുക എന്ന് നെഞ്ചിൽ കൈവച്ച് കർത്താവിനോട് പറ, കർത്താവേ, ഈ വർഷം തന്നെ 2020 ചെയ്യുമെന്ന് പറയല്ലേ, ഈ ഡിസംബറിൽ തന്നെ ഞാൻ ആത്മാക്കളെ നേടും. ഞാൻ ചിലരെ കൊണ്ടുവരും. കാത്തുനിന്ന് ചില കുടുംബങ്ങളെ ദൈവസഭയിൽ എത്തിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഈ മാസം ഞാൻ പ്രാർത്ഥിക്കും. മോർണിംഗ് ഗ്ലോറിയിൽ വന്ന് പ്രാർത്ഥിക്കും, രാത്രിയിൽ പ്രാർത്ഥിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും. പലവിധ പ്രാർത്ഥനകളിലേക്ക് ഞാൻ വരും. ഒന്ന് തീരുമാനിച്ച് ദൈവസന്നിധിയിൽ നെഞ്ചിൽ കൈവച്ച് വായ് തുറന്ന് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും.